ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ, അതുപോലെ ഗുഡ്വിൽ എന്താണ്, ഗുഡ്വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന വ്യത്യസ്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഗുഡ്വിൽ വാല്യൂ ചെയ്യാനുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ വാല്യൂ ഓഫ് ഗുഡ്വിൽ എത്രയാണെന്ന് കണ്ടെത്താനുള്ള വിവിധ കാൽക്കുലേഷൻ മെത്തേഡുകൾ എന്നിവയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാൾ എക്സ്ട്രാ ക്യാപിറ്റലിന് പുറമെ കൊണ്ടുവരുന്ന അഡീഷണൽ എമൗണ്ട് അഥവാ പ്രീമിയം ഫോർ ഗുഡ്വിൽ അല്ലെങ്കിൽ ഷെയർ ഓഫ് ഗുഡ്വിൽ എങ്ങനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത്, ഗുഡ്വില്ലിനെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. On admission, the incoming partner contributes some additional amount called premium for goodwill or share of goodwill as a compensation for loss of share of profit to the old partners in the future profits of the firm. ഒരു പുതിയ പാർട്ട്ണർ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് കടന്നു വരുമ്പോൾ അയാൾ ക്യാപിറ്റൽ കൂടാതെ കുറച്ച് അഡീഷണൽ എമൗണ്ട് കൊണ്ടുവരുമെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഈ കൊണ്ടുവരുന്ന എമൗണ്ടിനെ നമ്മൾ ഷെയർ ഓഫ് ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം ഫോർ ഗുഡ്വിൽ എന്നാണ് പറയുന്നത്. ഇത് കൊണ്ടുവരുന്നത് പഴയ പാർട്ട്നേഴ്സിന് പുതിയ പാർട്ട്ണർ വരുന്നതോടുകൂടി ഭാവിയിലുള്ള പ്രോഫിറ്റിലുണ്ടാകുന്ന ഒരു കുറവിന് ഒരു നഷ്ടപരിഹാരം ചെയ്യുക എന്ന രൂപത്തിലാണ്, ഒരു കോമ്പൻസേഷനായിട്ടാണ് ഈ പ്രീമിയം ഫോർ ഗുഡ്വിൽ കൊണ്ടുവരുന്നത്. ഇൻകമിംഗ് പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരും, അത് കൂടാതെ കുറച്ച് അഡീഷണൽ എമൗണ്ട് കൊണ്ടുവരും പ്രീമിയം ഫോർ ഗുഡ്വിൽ. ഈ പ്രീമിയം ഫോർ ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നത് പോലെയാണ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓൺ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, ഗുഡ്വിൽ ക്യാൻ ബി ട്രീറ്റഡ് ഇൻ 2 ways. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഗുഡ്വിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യുന്നത് 2 മെത്തേഡിലാണ്. ഒന്ന് പ്രീമിയം മെത്തേഡ്, 2 റീവാലുവേഷൻ മെത്തേഡ്. നമ്മൾ ഇന്ന് പ്രീമിയം മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീമിയം മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെൻ എ ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് ഗുഡ്വിൽ ഇൻ ക്യാഷ്, പുതുതായി കടന്നു വരുന്ന പാർട്ട്ണർ, ഇൻകമിംഗ് പാർട്ട്ണർ, അയാൾ കൊണ്ടുവരേണ്ട പ്രീമിയം ഫോർ ഗുഡ്വിൽ അല്ലെങ്കിൽ ഷെയർ ഓഫ് ഗുഡ്വിൽ ക്യാഷായി ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതെങ്ങനെ അക്കൗണ്ട് ചെയ്യണം, ആ മെത്തേഡാണ് നമ്മൾ പ്രീമിയം മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് ഫോളോഡ് വെൻ ദ ന്യൂ പാർട്ട്ണർ പേസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ്. The amount of premium brought in by the new partner is shared by the existing partners in their ratio of sacrifice. നമ്മൾ നേരത്തെ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. എന്തിനാണ് സാക്രിഫൈസിങ് റേഷ്യോ കാണുന്നത്? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പുതിയ പാർട്ട്ണർ വരുമ്പോൾ പഴയ പാർട്ട്നേഴ്സിന്, ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിൽ ഉണ്ടാകുന്ന നഷ്ടം അത് ഷെയർ ചെയ്യുന്ന, ആ പഴയ പാർട്ട്നേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യുന്ന റേഷ്യോ ആണ് സാക്രിഫൈസിങ് റേഷ്യോ. പ്രീമിയം മെത്തേഡ് അനുസരിച്ച് ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരുന്ന എമൗണ്ട് ഓഫ് പ്രീമിയം ഫോർ ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും? അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചെടുക്കും. ഇഫ് ദിസ് എമൗണ്ട് ഈസ് പെയ്ഡ് ടു ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഡയറക്ട്ലി ഓർ പ്രൈവറ്റ്ലി ബൈ ദ ന്യൂ പാർട്ട്ണർ, നോ എൻട്രി ഈസ് മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. ഇങ്ങനെ ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം ഫോർ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് പ്രൈവറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ, അഥവാ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാതെ സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്താതെ നേരിട്ട് പഴയ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന രീതിയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ യാതൊരു അക്കൗണ്ടിങ് ജേർണൽ എൻട്രിയും ആവശ്യമില്ല. അതേസമയം വെൻ ദ എമൗണ്ട് ഈസ് പെയ്ഡ് ത്രൂ ദ ഫേം, എമൗണ്ട് കൊടുക്കുന്നത് സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വഴിയാണെങ്കിൽ, അഥവാ ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലും ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം ഫോർ ഗുഡ്വില്ലും സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തി അതുവഴിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, വിച്ച് ഈസ് ജനറലി ദ കേസ്, അതാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന രീതി. ദ ഫോളോയിങ് ജേർണൽ എൻട്രീസ് ആർ പാസ്ഡ്. ഒന്ന്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഫോർ ഗുഡ്വിൽ. പ്രീമിയം ഫോർ ഗുഡ്വിൽ കൊണ്ടുവരുമ്പോഴുള്ള ജേർണൽ എൻട്രി സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, പ്രീമിയം ഫോർ ഗുഡ്വിൽ ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്യുന്നു, പ്രീമിയം ഫോർ ഗുഡ്വിൽ എന്ന അക്കൗണ്ട് വഴിയാണ് ആ ഇൻക്രീസ് ഉണ്ടാവുന്നത്. ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഫോർ ഗുഡ്വിൽ. നരേഷൻ നോക്കുക, എമൗണ്ട് ബ്രോട്ട് ഇൻ ബൈ ദ ന്യൂ പാർട്ട്ണർ ആസ് പ്രീമിയം ഫോർ ഗുഡ്വിൽ കൊണ്ടുവന്നു ഇൻകമിംഗ് പാർട്ട്ണർ. ദെൻ മറ്റൊരു ജേർണൽ എൻട്രി,
ഇങ്ങനെ കൊണ്ടുവന്ന പ്രീമിയം ഫോർ ഗുഡ്വിൽ അതിൻ്റെ ക്യാഷ് സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അക്കൗണ്ട് ചെയ്തു. പക്ഷേ ഇതിൻ്റെ അവകാശികൾ ആരാണ് യഥാർത്ഥത്തിൽ? പ്രീമിയം ഫോർ ഗുഡ്വില്ലിൻ്റെ അവകാശികൾ എന്ന് പറഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സാണ്, ആ സ്ഥാപനത്തിലെ പഴയ പാർട്ട്നേഴ്സാണ്. സോ ഈ കൊണ്ടുവന്ന ക്യാഷിൻ്റെ മൂല്യം ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഈ പ്രീമിയം ഫോർ ഗുഡ്വിൽ എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ജേണൽ എൻട്രി പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നരേഷൻ പ്രീമിയം ഫോർ ഗുഡ്വിൽ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ. ഇങ്ങനെ 2 ജേണൽ എൻട്രികളാണ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഫോർ ഗുഡ്വിൽ. സെക്കൻഡ് പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇൻ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ. നമുക്കിത് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇതേ സംഭവം തന്നെ, ഇതേ എൻട്രി തന്നെ മറ്റൊരു രൂപത്തിൽ നമുക്ക് എഴുതാം. പ്രീമിയം ഫോർ ഗുഡ്വിൽ എന്ന പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലും പ്രീമിയം ഫോർ ഗുഡ്വിലും ഒരുമിച്ച് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ആദ്യം ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആ ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് അയാൾ കൊണ്ടുവരുന്ന ക്യാപിറ്റലും അയാൾ കൊണ്ടുവരുന്ന പ്രീമിയം ഫോർ ഗുഡ്വിലും ഒന്നിച്ചാണ്, ഉൾപ്പെടെയാണ്. അപ്പോൾ നമ്മൾ പ്രീമിയം ഫോർ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല. ദെൻ ഇങ്ങനെ കൊണ്ടുവന്ന പ്രീമിയം ഫോർ ഗുഡ്വിൽ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിലൊരു ജേണൽ എൻട്രി വേണം. സെക്കൻഡ് ജേണൽ എൻട്രി ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്തുകൊണ്ടാണ് ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത്? ഇയാളുടെ ഇൻകമിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള പ്രീമിയം ഫോർ ഗുഡ്വില്ലിന് തുല്യമായിട്ടുള്ള എമൗണ്ട് നമ്മൾ ആ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, അഥവാ ആ ഇൻകമിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മൈനസ് ചെയ്യുന്നു. എന്നിട്ട് അത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് കൊടുക്കുന്നു, അഥവാ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. നരേഷൻ പ്രീമിയം ഫോർ ഗുഡ്വിൽ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ. നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കി ഇത് കൂടുതൽ മനസ്സിലാക്കാം. സുനിൽ ആൻഡ് ദലീബ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3. Sachin is admitted in the firm for 1/5 share of profits. സുനിലും ദലീബും 2 പാർട്ട്നേഴ്സാണ്. അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3. സച്ചിൻ എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു, 1/5 ആണ്. ഹി ഈസ് ടു ബ്രിങ് ₹20,000 ആസ് ക്യാപിറ്റൽ ആൻഡ് ₹4,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. ഗീവ് നെസസറി ജേണൽ എൻട്രീസ്. ഒരു 3 കേസ് പറയുന്നുണ്ട്. വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഈസ് റീറ്റൈൻഡ് ഇൻ ദ ബിസിനസ്. ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവന്ന പ്രീമിയം ഫോർ ഗുഡ്വിൽ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തുന്നു. ദെൻ വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഈസ് ഫുള്ളി വിഡ്രോൺ. പ്രീമിയം ഫോർ ഗുഡ്വിൽ എമൗണ്ട് ആ ഓൾഡ് പാർട്ട്നേഴ്സ് അപ്പം തന്നെ സ്ഥാപനത്തിൽ നിന്ന് പിൻവലിക്കുകയാണെങ്കിൽ ദെൻ വെൻ 50% ഓഫ് ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഈസ് ഫുള്ളി വിഡ്രോൺ. ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവന്ന പ്രീമിയം ഫോർ ഗുഡ്വിൽ എമൗണ്ട് അതിൻ്റെ പകുതി പാർട്ട്നേഴ്സ് പിൻവലിക്കുകയാണെങ്കിൽ എന്താണ് ജേണൽ എൻട്രീസ്. അങ്ങനെ 3 കേസായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ: ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, പുതിയ പാർട്ട്ണറുടെ ഷെയർ, അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ എമൗണ്ട്, അയാൾ കൊണ്ടുവന്ന പ്രീമിയം എമൗണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിയാം. സോ ഇയാൾ കൊണ്ടുവരുന്ന ക്യാപിറ്റലും അക്കൗണ്ട് ചെയ്യണം, ഇയാൾ കൊണ്ടുവരുന്ന പ്രീമിയം ഫോർ ഗുഡ്വിലും അക്കൗണ്ട് ചെയ്യണം. പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് ചെയ്യാൻ നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട ഒരു റേഷ്യോ ഉണ്ട്, സാക്രിഫൈസിങ് റേഷ്യോ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിലവിൽ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോയും വേണം. സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ ആദ്യം നമ്മൾ ന്യൂ റേഷ്യോ കാണുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ഓൾഡ് ഷെയർ എത്രയെന്ന് അറിയാം, അതേപോലെ പുതിയ പാർട്ട്ണറുടെ 1/5 ആണ് എന്നും അറിയാം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ അസ്യൂം ടോട്ടൽ പ്രോഫിറ്റ് ഈക്വൽ ടു 1. സച്ചിൻ്റെ ഷെയർ, ഇൻകമിംഗ് പാർട്ട്ണറുടെ ഷെയർ 1/5 ആണ്. ബാലൻസ് അവൈലബിൾ ടു സുനിൽ ആൻഡ് ദിലീപ്. പഴയ പാർട്ട്നേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ബാക്കി പോർഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/5 ഈക്വൽ ടു 4/5. അങ്ങനെയാണെങ്കിൽ സുനിലിൻ്റെ ന്യൂ ഷെയർ ഈക്വൽ ടു ബാലൻസ് ഉള്ള 4/5ൻ്റെ 5/8 ആണ്, ഈക്വൽ ടു 20/40. ദെൻ ദലീബ്സ് ന്യൂ ഷെയർ ഈക്വൽ ടു ബാലൻസ് ഉള്ള 4/5ൻ്റെ
3/8. 4/5 into 3/8 equal to 12/40. ഇപ്പോൾ നമുക്ക് ന്യൂ റേഷ്യോ പറയാനുള്ള സാഹചര്യമായിട്ടുണ്ട്. സച്ചിൻ്റെ ഷെയർ എത്രയെന്ന് നമുക്കറിയാം, 1/5 ആണ്. സുനിലിൻ്റെ ഷെയർ 20/40 ആണ്. ദലീപിൻ്റെ ന്യൂ ഷെയർ 12/40 ആണ്. നമുക്ക് ഈ സച്ചിൻ്റെ ഷെയർ 1/5നെ 8/40 എന്ന് എഴുതാം. 1/5നെ ജസ്റ്റ് നമ്മൾ 40 ഡിനോമിനേറ്റർ വരുന്ന തരത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ ഈക്വൽ ടു 20:12:8 ആണ്. 20:12:8 എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊന്ന് ഷോർട്ട് ചെയ്യാം, 5:3:2. അപ്പോൾ ന്യൂ റേഷ്യോ 5:3:2 ആണ്. സോ ഇപ്പോൾ നമുക്ക് ഓൾഡ് റേഷ്യോ അറിയാം, ന്യൂ റേഷ്യോ അറിയാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. നമുക്ക് പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് ചെയ്യാൻ സാക്രിഫൈസിങ് റേഷ്യോ ആവശ്യമുണ്ട്. ആദ്യത്തെ പാർട്ട്ണറായിട്ടുള്ള സുനിലിൻ്റെ സാക്രിഫൈസ് ഈക്വൽ ടു 5/8 മൈനസ് 5/10. 5/8 ആണ് സുനിലിൻ്റെ ഓൾഡ് ഷെയർ, 5/10 ആണ് സുനിലിൻ്റെ ന്യൂ ഷെയർ, ഈക്വൽ ടു 5/40. ദെൻ ദലീപ് സാക്രിഫൈസ് ഈക്വൽ ടു അയാളുടെ ഓൾഡ് ഷെയർ ആയിട്ടുള്ള 3/8 നിന്ന് ന്യൂ ഷെയർ ആയിട്ടുള്ള 3/10 മൈനസ് ചെയ്തതാണ്, ഈക്വൽ ടു 3/40. സോ സാക്രിഫൈസിങ് റേഷ്യോ ഓഫ് സുനിൽ ആൻഡ് ദലീപ് ഈക്വൽ ടു 5:3. 5/40 ആൻഡ് 3/40 ഈക്വൽ ടു 5:3. നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു നോട്ട് നിങ്ങൾ എഴുതി വെക്കുക. When there is no change in the relative proportion between the old partners, the sacrificing ratio will be same as old ratio. അപ്പോൾ എന്താണ് റിലേറ്റീവ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഇവിടെ ഓൾഡ് റേഷ്യോ 5:3 ആണ്. ന്യൂ റേഷ്യോയിൽ പഴയ പാർട്ട്നേഴ്സിൻ്റെ ആ പോർഷൻ എന്ന് പറയുന്നതും 5:3 ആണ്. ഒരു ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. അവിടുത്തെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ആ പാർട്ട്നേഴ്സിൻ്റെ പഴയ റേഷ്യോ തന്നെയായിരിക്കും. നമുക്കിതെങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്, പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ സച്ചിൻ്റെ ക്യാപിറ്റൽ അറിയാം, അതുപോലെ പ്രീമിയം ഫോർ ഗുഡ്വിൽ അറിയാം, സാക്രിഫൈസിങ് റേഷ്യോ അറിയാം. ജേണൽ എൻട്രി എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. ആദ്യത്തെ ജേണൽ എൻട്രി, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 24,000 ടു സച്ചിൻസ് ക്യാപിറ്റൽ 20,000 ടു ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് 4,000. സച്ചിൻ എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ വരുമ്പോൾ അയാൾ 20,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു, 4,000 രൂപ പ്രീമിയം ആയിട്ടും കൊണ്ടുവന്നു, ഗുഡ്വില്ലിന് വേണ്ടിയിട്ടും കൊണ്ടുവന്നു. നമ്മൾ ഇതിനെ അക്കൗണ്ട് ചെയ്യുന്നത് ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു, ക്യാഷ് ഇൻക്രീസ് ചെയ്തു, 24,000 രൂപ ക്യാഷ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ടു സച്ചിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് അതിലേക്ക് വന്നിട്ടുള്ളത് എത്രയാണ്? ക്യാപിറ്റൽ ഇൻക്രീസ് 20,000 ആ സ്ഥാപനത്തിൽ, 20,000 രൂപ ക്യാപിറ്റലാണ്. ടു ഗുഡ്വിൽ അക്കൗണ്ട് 4,000 രൂപ പ്രീമിയം ഫോർ ഗുഡ്വിലാണ്. എന്താ നരേഷൻ? ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം ബ്രോട്ട് ഇൻ. ദെൻ അടുത്ത ജേണൽ എൻട്രി, ഈ പ്രീമിയം ഫോർ ഗുഡ്വിൽ എമൗണ്ട് ആർക്കുള്ളതാണ്? അതൊരു കോമ്പൻസേഷനാണ് പഴയ പാർട്ട്നേഴ്സ്. ഇവിടെ പഴയ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? സച്ചിനും ദലീബുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രീമിയം ഫോർ ഗുഡ്വിൽ സച്ചിൻ്റെയും ദലീബിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റണം. കാരണം സ്ഥാപനത്തിൽ എത്തിയിട്ടുള്ള ഈ 4,000 രൂപ പ്രീമിയം ഫോർ ഗുഡ്വിലാണ്. പ്രീമിയം ഫോർ ഗുഡ്വില്ലിൻ്റെ അവകാശികൾ ഓൾഡ് പാർട്ട്നേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ നേരത്തെ മനസ്സിലാക്കി. പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് ഡെപ്റ്റർ 4,000 ടു സുനിൽസ് ക്യാപിറ്റൽ 2,500 ടു ദലീബ്സ് ക്യാപിറ്റൽ 1,500. എങ്ങനെ ഈ 2,500ഉം 1,500ഉം വന്ന്? ഈ ഗുഡ്വില്ലായിട്ടുള്ള 4,000നെ സാക്രിഫൈസിങ് റേഷ്യോയിലാണ് പഴയ പാർട്ട്നേഴ്സിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ്? 5:3 ആണ്. അപ്പോൾ 4,000 ഇൻറ്റു 5/8 ആണ് 2,500. 4,000 ഇൻറ്റു 3/8 ആണ് 1,500. നരേഷൻ, ഗുഡ്വിൽ ട്രാൻസ്ഫർ ടു സുനിൽ ആൻഡ് ദലീപ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഇത് മറ്റൊരു രീതിയിലും ചെയ്യാം, അഥവാ ഗുഡ്വിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ ഡയറക്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് വഴിയും ചെയ്യാം. അതിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെ വരിക? ആദ്യത്തെ ജേണൽ എൻട്രി, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 24,000 ടു സച്ചിൻസ് ക്യാപിറ്റൽ 24,000. പ്രീമിയം ഫോർ ഗുഡ്വില്ലിന് പ്രത്യേക അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ മുഴുവൻ എമൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ദെൻ ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം ബ്രോട്ട് ഇൻ നമ്മൾ നരേഷൻ എഴുതുന്നു. ദെൻ അടുത്ത ജേണൽ എൻട്രി, ഈ പ്രീമിയം ഫോർ ഗുഡ്വിൽ എമൗണ്ട് ഉണ്ട്, 24,000 4,000 പ്രീമിയം ഫോർ ഗുഡ്വില്ലാണ്. അപ്പോൾ ഇത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യണം.
അതിൻ്റെ ജേണൽ എൻട്രിയാണ് സച്ചിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 4,000 ടു സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് 2,500 ടു ദലീപ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 1,500. നരേഷൻ ഗുഡ്വിൽ ട്രാൻസ്ഫർ ടു സുനിൽ ആൻഡ് ദലീപ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഈ ജേണൽ എൻട്രി എഴുതിയത് ഏത് കേസിലാണ്? വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഈസ് റീറ്റൈൻഡ് ഇൻ ദ ബിസിനസ്. പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന പ്രീമിയം ഫോർ ഗുഡ്വിൽ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തുകയാണ്, അവർ പിൻവലിക്കുന്നില്ല ഫേമിൽ നിന്ന്. ആ ഒരു കേസിലാണ്. ദെൻ രണ്ടാമത്തെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഈസ് ഫുള്ളി വിഡ്രോൺ ബൈ ദ ഓൾഡ് പാർട്ട്നേഴ്സ്. സ്ഥാപനത്തിലെത്തിയ, പാർട്ട്ണർഷിപ്പ് ഫേമിലെത്തിയ പ്രീമിയം ഫോർ ഗുഡ്വിൽ പഴയ പാർട്ട്നേഴ്സ് ഉടൻ തന്നെ ഫേമിൽ നിന്ന് പിൻവലിക്കുകയാണെങ്കിൽ. ആദ്യത്തെ എൻട്രീസ് നമ്മൾ നേരത്തെ എഴുതിയത് തന്നെ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 24,000 ടു സച്ചിൻസ് ക്യാപിറ്റൽ 20,000 ടു ഗുഡ്വിൽ അക്കൗണ്ട് 4,000. ക്യാപിറ്റലും പ്രീമിയം ഫോർ ഗുഡ്വിലും കൊണ്ടുവന്ന എൻട്രി. ദെൻ ആ ഗുഡ്വിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എൻട്രിയാണ് ഗുഡ്വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സുനിൽസ് ക്യാപിറ്റൽ ടു ദലീപ്സ് ക്യാപിറ്റൽ. 4,000 രൂപ 5:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. ദെൻ ഈ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഉടൻ തന്നെ ഈ ഫേമിൽ നിന്ന് ഈ എമൗണ്ട് ഓഫ് പ്രീമിയം പിൻവലിക്കുകയാണ്. അവരുടെ ക്യാപിറ്റലിൽ നിന്ന് പിൻവലിക്കുകയാണെങ്കിൽ ജേണൽ എൻട്രി സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 2,500 ദലീപ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 2,500 ടു ക്യാഷ് അക്കൗണ്ട് 4,000. നരേഷൻ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ വിഡ്രോൺ. പഴയ പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ് പ്രീമിയം ഫോർ ഗുഡ്വിൽ. അത് സ്ഥാപനത്തിൽ കൊണ്ടുവന്നു. സ്ഥാപനത്തിൽ നിന്ന് ഉടൻ അവർ വിഡ്രോ ചെയ്തു മുഴുവനായിട്ട്. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം ക്യാഷ് ഡിക്രീസസ്, ഫേമിൻ്റെ ക്യാഷ് ബാലൻസ് കുറയുന്നു. ഓക്കെ, ദെൻ മറ്റൊരു കേസ് പറയുന്നുണ്ട്, വെൻ 50% ഓഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ. ഫേമിൽ നിന്ന് ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡീഷണൽ കിട്ടിയ പ്രീമിയം ഫോർ ഗുഡ്വില്ലിൻ്റെ പകുതി വീതം വിഡ്രോ ചെയ്യുന്നു. ജേണൽ എൻട്രീസ് എങ്ങനെ വരും നോക്കാം. ആദ്യത്തെ 2 ജേണൽ എൻട്രീസ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സച്ചിൻസ് ക്യാപിറ്റൽ ടു ഗുഡ്വിൽ അക്കൗണ്ട് 24,000 രൂപ ക്യാഷ് ബിസിനസ്സിൽ വന്നു. 20,000 രൂപ ക്യാപിറ്റലാണ്, 4,000 പ്രീമിയമാണ്. ദെൻ ആ പ്രീമിയം ഫോർ ഗുഡ്വിൽ അതായത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ആ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടിൽ നിന്ന് ഓരോരുത്തർക്കും കിട്ടിയ എമൗണ്ടിൻ്റെ പകുതി വീതം ഇവർ വിഡ്രോ ചെയ്യാണ്. ജേണൽ എൻട്രി സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 1,250. അയാളുടെ അക്കൗണ്ടിൽ വന്ന 2,500ൻ്റെ പകുതി അയാൾ ഫേമിൽ നിന്ന് വിഡ്രോ ചെയ്തു. ദെൻ ദലീപ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 750, 1,500ൻ്റെ പകുതി ടു ക്യാഷ് അക്കൗണ്ട് 2,000. 50% ഓഫ് ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഈസ് വിഡ്രോൺ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. ദെൻ അടുത്തൊരു ഇല്ലസ്ട്രേഷൻ നോക്കുക. വിജയ് ആൻഡ് സഞ്ജയ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. They decided to admit Ajay into partnership with 1/4 share in profits. Ajay brings in rupees 30,000 for capital and the requisite amount of premium in cash. The goodwill of the firm is valued at rupees 20,000. The new profit sharing ratio is 2:1:1. Vijay and Sanjay withdraw their share of goodwill. Give necessary journal entries. Vijay, സഞ്ജയ് എന്ന് പറയുന്ന 2 പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്, അഥവാ ഓൾഡ് റേഷ്യോ 3:2 ആണ്. അവർ പുതിയൊരു പാർട്ട്ണറെ അജയ് എന്ന് പറയുന്ന ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. പുതിയ ഫേമിൽ അയാളുടെ ഷെയർ 1/4 ആണ്. അജയ് 30,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അതുകൂടാതെ ഇവിടെ പറഞ്ഞുള്ളത് ദ റിക്വസിറ്റ് എമൗണ്ട് ഓഫ് പ്രീമിയം ഇൻ ക്യാഷ്, ആവശ്യമായ പ്രീമിയം ഫോർ ഗുഡ്വില്ലും കൊണ്ടുവന്നു. ദ ഗുഡ്വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ് rupees 20,000. ആ സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ നമ്മൾ വാല്യൂ ചെയ്തത് 20,000 രൂപയാണ്. അഥവാ നമ്മൾ നേരത്തെ പഠിച്ച ആവറേജ് പ്രോഫിറ്റ് മെത്തേഡോ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡോ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ആ ഫേമിൻ്റെ ഗുഡ്വിൽ മൂല്യം കണ്ടുപിടിച്ചത് 20,000 രൂപയാണ്. ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1:1 ആണ്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, വിജയ് ആൻഡ് സഞ്ജയ് വിഡ്രോ ദെയർ ഷെയർ ഓഫ് ഗുഡ്വിൽ. പഴയ പാർട്ട്നേഴ്സ് വിജയും സഞ്ജയും അവർക്ക് കിട്ടിയ പ്രീമിയം ഫോർ ഗുഡ്വിൽ ഫേമിൽ നിന്ന് ഉടൻ തന്നെ വിഡ്രോ ചെയ്യാണ്. നമ്മളോട് ജേണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞുള്ളത്. നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഇവിടെ അജയ് കൊണ്ടുവരുന്ന പ്രീമിയം ഫോർ ഗുഡ്വിൽ എത്രയാണ്? സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ഗുഡ്വിലാണ് ഈ 20,000. അത് മുഴുവനായിട്ട് പ്രീമിയമായിട്ട് അജയ് കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോൾ അയാൾ കൊണ്ടുവരേണ്ടത് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദ ഗുഡ്വിൽ ഓഫ് ദ ഫേം ഈക്വൽ ടു 20,000. അജയ് ഷെയർ ഈക്വൽ ടു 20,000 ഇൻറ്റു 1/4. അഥവാ അജയിൻ്റെ
ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/4 ആണ്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ഗുഡ്വിൽ 20,000-ൻ്റെ അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിന് ആനുപാതികമായിട്ടുള്ള എമൗണ്ടാണ് പ്രീമിയം കൊണ്ടുവരേണ്ടത്. നമ്മൾ ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നത് ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരേണ്ട പ്രീമിയം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വാല്യൂ ചെയ്തപ്പോൾ കിട്ടിയ ഗുഡ്വിൽ ഓഫ് ദ ഫേം ആണ് സ്ഥാപനത്തിൻ്റെ മൊത്തം വാല്യൂ ഓഫ് ഗുഡ്വിലാണ് 20,000. അജയ് കൊണ്ടുവരേണ്ടത് 1/4 ഓഫ് ദിസ് 20,000. ഈ സ്ഥാപനത്തിൻ്റെ മൊത്തം ഗുഡ്വില്ലിൻ്റെ 1/4 ഭാഗമാണ് ഈക്വൽ ടു 5,000. ഇനി ഈ 5,000 ഷെയർ ചെയ്യേണ്ടത് ആരാണ്? ഓൾഡ് പാർട്ട്നേഴ്സാണ്. അതിനെന്ത് വേണം? സാക്രിഫൈസിങ് റേഷ്യോ എത്രയെന്ന് അറിയണം. ഇവിടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്. ഇവരുടെ റിലേറ്റീവ് പ്രൊപ്പോർഷൻ ചേഞ്ച് ഉണ്ട്. ഇവിടെ വിജയിൻ്റെയും സഞ്ജയിൻ്റെയും 3:2 ആണ്. ന്യൂ റേഷ്യോ 2:1 ആണ് റിലേറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓൾഡ് റേഷ്യോ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സാക്രിഫൈസിങ് റേഷ്യോ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. വിജയ്സ് സാക്രിഫൈസ് ഈക്വൽ ടു അയാളുടെ ഓൾഡ് ഷെയർ ആയിട്ടുള്ള 3/5 നിന്ന് അയാളുടെ ന്യൂ ഷെയർ ആയിട്ടുള്ള 2/4 മൈനസ് ചെയ്താൽ 2/20 കിട്ടും. വിജയിൻ്റെ സാക്രിഫൈസ് 2/20 ആണ്. ദെൻ സഞ്ജയിൻ്റെ സാക്രിഫൈസ് എത്രയാണ്? 2/5 മൈനസ് 1/4. 2/5 ആണ് ഓൾഡ് ഷെയർ. നരേഷൻ ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം ബ്രോട്ട് ഇൻ. ദെൻ ഈ പ്രീമിയം ഫോർ ഗുഡ്വിൽ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. ഗുഡ്വിൽ അക്കൗണ്ട് ഡെപ്റ്റർ അല്ലെങ്കിൽ പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് എന്നും എഴുതാം. ഗുഡ്വിൽ അക്കൗണ്ട് ഡെപ്റ്റർ 5,000 ആണ് ഗുഡ്വിൽ ഉള്ളത്. അത് ഏത് റേഷ്യോയിലാണ് പഴയ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടത്? സാക്രിഫൈസിങ് റേഷ്യോ. അത് 2:3 ആണ്. അപ്പോൾ 5,000 ഇൻറ്റു 2/5 ആണ് ആർക്കുള്ളത്? വിജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. ടു സഞ്ജയ്സ് ക്യാപിറ്റൽ 3,000. 3,000 എങ്ങനെയാണ്? 5,000 ഇൻറ്റു 3/5 ആണ്. അപ്പോൾ 2,000 വിജയിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു, സഞ്ജയിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 3,000 ക്രെഡിറ്റ് ചെയ്തു. നരേഷൻ ഗുഡ്വിൽ ട്രാൻസ്ഫർ ടു വിജയ് ആൻഡ് സഞ്ജയ്. ദെൻ ഇവിടെ ഒരു കാര്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രീമിയം ഫോർ ഗുഡ്വിലായിട്ട് പാർട്ട്നേഴ്സിന് ഓൾഡ് പാർട്ട്നേഴ്സിന് കിട്ടിയ എമൗണ്ട് അവർ ഉടൻ വിഡ്രോ ചെയ്യാണ്. വിഡ്രോ ചെയ്യുന്ന എൻട്രി വിജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 2,000, അയാൾക്ക് കിട്ടിയ എമൗണ്ട് 2,000 ആണ്. ദെൻ സഞ്ജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 3,000 ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ടോട്ടൽ 5,000. നരേഷൻ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ വിഡ്രോൺ. ദെൻ ഒരു കേസ് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഗുഡ്വിൽ ആൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ദ ബുക്സ്. ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗുഡ്വിൽ, സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ എത്രയാണെന്ന് വാല്യൂ ചെയ്യും. അതിൻ്റെ മൂല്യം കണ്ടുപിടിക്കും ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് അതിന് ആനുപാതികമായിട്ടുള്ള എമൗണ്ട് ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന പ്രീമിയം ഫോർ ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യും. അവർക്ക് ആവശ്യമെങ്കിൽ ഉടൻ തന്നെ വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ഫേമിൽ അവിടെ നിലനിർത്താം. അവരുടെ ക്യാപിറ്റൽ ബാലൻസ് അതിനനുസരിച്ച് വർധനവുണ്ടായിട്ടുണ്ടാവും. അതേസമയം ഒരു പാർട്ട്ണർ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വാല്യൂ ചെയ്ത് വെച്ചിട്ടുള്ള ഗുഡ്വില്ലിൻ്റെ ഏതെങ്കിലും പോർഷൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു അസറ്റ് കാണുന്നുണ്ടെങ്കിൽ, ഇൻകമിംഗ് പാർട്ട്ണറുടെ വരവുമായി ബന്ധപ്പെട്ട് ആ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യേണ്ടതുണ്ട്, എഴുതി തള്ളേണ്ടതുണ്ട്, അത് ഒഴിവാക്കേണ്ടതുണ്ട്. അത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കുക. ശ്രീകാന്ത് ആൻഡ് രാമൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. They decided to admit Venkat into partnership with 1/3 ഷെയർ ഇൻ ദ പ്രോഫിറ്റ്സ്. ശ്രീകാന്തും രാമനും 2 പാർട്ട്നേഴ്സാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. അവർ വെങ്കട്ട് എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തു. 1/3 ആണ് അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. വെങ്കട്ട് ബ്രിങ് ₹30,000 ആസ് ക്യാപിറ്റൽ. He also promised to bring the necessary amount of his share of goodwill. On the date of admission, the goodwill has been valued at ₹24,000 and the goodwill account already appears in the books ₹12,000. Venkat brings in the necessary amount for his share of goodwill and agrees that
the existing goodwill account be written off. Give necessary journal entries in the books of the firm. അപ്പോൾ വെങ്കട്ട് 30,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അതുകൂടാതെ അയാൾ അഡീഷണൽ എമൗണ്ട് പ്രീമിയം ഫോർ ഗുഡ്വിൽ എത്രയാണോ ആവശ്യമുള്ളത് അത് കൊണ്ടുവരാമെന്നും പറഞ്ഞു. ആ ഡേറ്റ് ഓഫ് അഡ്മിഷനിൽ ദ ഗുഡ്വിൽ ഹാസ് ബീൻ വാല്യൂഡ് അറ്റ് ₹24,000. സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലിൻ്റെ മൂല്യം നമ്മൾ കണ്ടെത്തിയത് 24,000 രൂപയാണ്. അപ്പോൾ ആ 24,000ൻ്റെ 1/3 എത്രയാണോ അത്ര എമൗണ്ടാണ് വെങ്കട്ട് പ്രീമിയം ആയി കൊണ്ടുവരേണ്ടത്. അതേസമയം ആ ഡേറ്റ് ഓഫ് അഡ്മിഷനിൽ the goodwill account already appears in the books at ₹12,000. 12,000 രൂപ സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഗുഡ്വിൽ ആയി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ ആവശ്യമുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഓൾഡ് റേഷ്യോ 3:2 ആണ്. പുതിയ പാർട്ട്ണറുടെ ഷെയർ 1/3 ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ശ്രീകാന്തിൻ്റെയും രാമൻ്റെയും ഓൾഡ് ഷെയറും ന്യൂ ഷെയറും നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ റിലേറ്റീവ് പ്രൊപ്പോർഷനിൽ യാതൊരു മാറ്റവും വരില്ല. അപ്പോൾ റിലേറ്റീവ് പ്രൊപ്പോർഷനിൽ മാറ്റം വരാത്ത കേസിൽ ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ ഇവിടുത്തെ സാക്രിഫൈസിങ് റേഷ്യോ 3:2 ആണ്. അപ്പോൾ ജേണൽ എൻട്രീസ് എങ്ങനെ വരും നോക്കാം. ആദ്യം ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു വെങ്കട്സ് ക്യാപിറ്റൽ ടു ഗുഡ്വിൽ. ക്യാഷ് ടോട്ടൽ 38,000 വന്നു, അഥവാ 30,000 ക്യാപിറ്റലും 8,000 പ്രീമിയം ഫോർ ഗുഡ്വിലും. 8,000 പ്രീമിയം ഫോർ ഗുഡ്വിൽ എങ്ങനെയാണ്? സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ഗുഡ്വിൽ വാല്യൂ ചെയ്തത് 24,000 രൂപ. ഇൻകമിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/3 ആണ്. അപ്പോൾ 24,000ൻ്റെ 1/3 ആണ് 8,000. ദെൻ ഇങ്ങനെ വന്നിട്ടുള്ള ഈ പ്രീമിയം ഫോർ ഗുഡ്വില്ലിനെ പഴയ പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യണം. അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ നമുക്കറിയാം, ഓൾഡ് റേഷ്യോ തന്നെയാണ് 3:2. ജേണൽ എൻട്രി ഗുഡ്വിൽ അക്കൗണ്ട് അപ്റ്റർ ടു ശ്രീകാന്ത്സ് ക്യാപിറ്റൽ ടു രമൺസ് ക്യാപിറ്റൽ. 8,000 into 3/5 equal to 4,800. 8,000 into 2/5 equal to 3,200. ദെൻ അടുത്ത ജേണൽ എൻട്രി, നിലവിൽ ഈ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന 12,000 രൂപ ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യണം. മുൻപ് എപ്പോഴോ നമ്മൾ വാല്യൂ ചെയ്തിട്ട് ബാലൻസ് ഷീറ്റിൽ അക്കൗണ്ട് ചെയ്ത ഗുഡ്വില്ലാണ്. ഈ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഈ ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട നേട്ടം മുഴുവൻ ഓൾഡ് പാർട്ട്നേഴ്സിന് ആൾറെഡി കിട്ടിക്കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇത് റൈറ്റ് ഓഫ് ചെയ്യുന്ന ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അഥവാ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിലാണ് അത് മൈനസ് വരുന്നത്. ശ്രീകാന്ത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ 7,200, അഥവാ 12,000ൻ്റെ 3/5 ഇവരുടെ ഓൾഡ് റേഷ്യോയിലാണ് ഇത് അക്കൗണ്ട് ചെയ്യേണ്ടത്. രമൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ 4,800, 12,000 ഇൻറ്റു 2/5 ടു ഗുഡ്വിൽ അക്കൗണ്ട് 12,000. സോ ഗുഡ്വിൽ ആൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഗുഡ്വിൽ കാണുന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്. നരേഷൻ ഗുഡ്വിൽ ആൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് റിട്ടൺ ഓഫ് ഇൻ ദ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം ഫോർ ഗുഡ്വിൽ ഏത് രീതിയിലാണ് നമ്മൾ ജേണൽ എൻട്രീസ് വഴി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്നത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.